ഹലോ, അപ്പോൾ അതേ നമ്മളിത് വീണ്ടും യാത്ര തുടങ്ങി. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് യാത്ര തുടങ്ങി. അപ്പോൾ അതേ നമ്മുടെ സ്വന്തം ചോദിച്ചാണ് കേട്ടോ, എറണാകുളംകാരനാണ്. ഇവിടെ വന്ന് സെറ്റിലായത് കേട്ടോ. ആളാട്ടോ നമ്മുടെ ജീപ്പ് ഓടിച്ച് നമ്മൾ വ്യൂ പോയിൻറ്റിലേക്ക് പോവാണ്, മേളിലേക്ക്. അപ്പോൾ അവിടെ കേട്ടോ നമ്മുടെ സ്ട്രോബെറി തോട്ടം, കൃഷിയിടങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പോവാണ്. ഇത് നായാട്ട് ഷൂട്ട് ചെയ്തതെല്ലാം വേറെ കുറേ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇത് ചെറിയൊരു സൗഹൃദ സംഭാഷണം വഴക്കാട്ടോ കാണുന്നത്. കാരണം നമ്മൾ ഈ ഇങ്ങനെ ട്രിപ്പിൻ്റെ ഇടയിൽ ജീപ്പ് സഫാരിയൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് വെട്ടിക്കലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ആര് ഫസ്റ്റ് എത്തുന്നു. അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് മുമ്പിലെത്തിയപ്പോൾ അവരായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇതാക്കിയതാട്ടോ. അങ്ങനെ കഴിഞ്ഞു അതൊക്കെ. ഈ നല്ല വ്യൂ പോയിന്. അപ്പം നമ്മൾ മുകളിലെത്തിയിട്ടോ. മുകളിലതേ കുറേ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവർ ടെൻ്റൊക്കെ അടിച്ച് അവർ സെറ്റായിരുന്നു. പിന്നെ ഉയരം കൂടുന്തോറും എന്താണ് ചായക്ക് രുചി കൂടുന്നല്ലേ നമ്മുടെ സ്വന്തം ലാലേട്ടൻ പറഞ്ഞേക്കണേ. നമ്മളൊരു ചായയൊക്കെ കുടിച്ച് ഇതേ കടയിൽ നിന്നിട്ട് ചായ കുടിച്ച് ഈ ഫോൺ നമ്മൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി എടുത്ത് നോക്കിയതാട്ടോ. സിനിമയിലൊക്കെ കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഫോണിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ദേ വീട്ടിൽ തിരിച്ചു. നമ്മൾ ക്യാരറ്റ് കുറേ കടയിൽ കണ്ടെങ്കിലും നമ്മൾ മേടിച്ചിട്ടുണ്ടായില്ല, ലാസ്റ്റ് മേടിക്കാമെന്ന് എഴുതി. അങ്ങനെ ഒരെണ്ണം മേടിച്ചത് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ഫ്രഷ് ക്യാരറ്റ്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു. ഫ്രഷ് ആയതുകൊണ്ടാണോ അത്ര മധുരം. നമ്മുടെ കടയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ ഇത്ര ഫ്രഷായിട്ട് കിട്ടില്ലല്ലോ. പിന്നെ നമ്മളിതേ ഒരു വാട്ടർഫാൾസ് കാണാൻ പോയിട്ടോ, വെള്ളച്ചാട്ടം കാണാൻ പോയി. അത് ഈ നമ്മുടെ ഈ അഡ്വഞ്ചർ ട്രിപ്പ് പോണ പോലെ ആട്ടോ. കുഞ്ഞു വഴിയായിരുന്നു. പാർക്കിൽ ജുറാസിക് പാർക്ക് ഉണ്ടല്ലോ, ആ സിനിമയിലൊക്കെ കാണുന്ന പോലെ കുഞ്ഞു വഴി, സൈഡിൽ കൊക്ക, ഇപ്പുറത്ത് കാട്, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ ഇച്ചിരി പേടി ഉണ്ടായിരുന്നു പോകാൻ. ഇരുട്ടൊക്കെ ആയി. കൊച്ചിനെയൊക്കെ സേഫായിട്ട് കയ്യിലൊക്കെ പിടിച്ച് കൊണ്ടുപോയി. എന്നാലും എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ അടിച്ച് പൊളിച്ച് അങ്ങനെ എത്തിയിട്ടോ. കുറച്ച് വഴി ഉണ്ടായിരുന്നു നടക്കാനായിട്ട്. നല്ല വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം കനാലിലൊക്കെ ഇങ്ങനെ കാലൊക്കെ കളിച്ചായിരുന്നു, കാലിട്ട്. അപ്പോൾ അത് കഴിഞ്ഞത് നമ്മളിത് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ക്യൂ പാലിച്ച് പോകുന്നുണ്ട്. കാരണം അതിനുള്ള വഴി അവിടെ ഉണ്ടായുള്ളൂ. ഇതൊരു വീട്ടുകാരുടെ ഒരു പ്രോപ്പർട്ടി കേട്ടോ. ആ വീട്ടുകാർ അവരുടെ സൈഡിലെ വീടിൻ്റെ സൈഡിലൊരു പ്രോപ്പർട്ടിയാണ്. അവിടെ ആട്ടോ വാട്ടർഫാൾസും. അവിടെ വന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ എത്തി. ഇതിങ്ങനെ അഡ്വഞ്ചർ ട്രിപ്പ് പോലെ നമ്മൾ കുറച്ച് സാഹസികമായി എത്തണം. അപ്പോൾ ഇതായിട്ട് നമ്മുടെ വെള്ളച്ചാട്ടം. നമ്മൾ അടിപൊളിയായിരുന്നു വ്യൂ ഒക്കെ കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു. അവിടെ നിന്ന് മൂന്നാറിൽ നിന്ന് നമ്മൾ വട്ടവടയിൽ നിന്ന് തിരിച്ച് നമ്മൾ പോരാട്ടോ. ഇതാണ് നമ്മുടെ ബസ്സിലെ ചേട്ടന്മാർ, ഡ്രൈവർ ചേട്ടനും കണ്ടക്ടർ ചേട്ടനും. ഇവരുടെ സപ്പോർട്ട് പറയാനേ വയ്യ, കട്ട സപ്പോർട്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും. ഇവരുടെ സപ്പോർട്ടിൽ നമുക്ക് ട്രിപ്പ് ഇത്ര അടിപൊളിയാക്കാൻ പാട്ട് വയ്ക്കാനും എല്ലാത്തിനും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സപ്പോർട്ട്. ഇത് എൻ്റെ ഈ ട്രിപ്പിൽ എനിക്ക് കിട്ടി നല്ലൊരു സൗഹൃദത്തിൽ ഒരു ഫാമിലി ആട്ടോ. ഇത് ചേച്ചിയും ചേട്ടനും കൊച്ചും നല്ല സൗഹൃദമാണ്. നമുക്ക് പുതിയൊരു സൗഹൃദത്തിൽ ഒരു ഫാമിലി ആട്ടോ ഇത്. ഞാൻ ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ എപ്പോഴും ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ സൗഹൃദം കണ്ടിന്യൂ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പിന്നെ 10 മണിയായപ്പോഴേക്കും നമ്മൾ യാത്ര തിരിച്ചു. ഒരു കട്ടനൊക്കെ കുടിച്ച് വൈകുന്നേരം ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഉച്ചയ്ക്ക് വൈകി കഴിച്ചുകൊണ്ട് നമ്മൾ യാത്ര തിരിച്ചു. അപ്പോൾ ഈ യാത്ര എൻ്റെ ജീവിതത്തിൽ വളരെ മനോഹരവും ഓർമ്മയുള്ളതായിരുന്നു കേട്ടോ.